ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മീൻ കറിയുടെ ഒരു റെസിപ്പിയാണ് കിളിമീൻ കറി. അപ്പം കിളിമീൻ പലയിടത്തും പല പേരുകളാട്ടോ പറയുന്നത്. ചിലയിടത്തൊക്കെ സുൽത്താൻ ഇബ്രാഹിം, ചിലയിടത്തൊക്കെ ഉണ്ണിമേരി, അപ്പം പല പേരുകളാണ്. അപ്പം ഞാൻ ഈ മീനിൻ്റെ പിക്ചർ ഞാനിവിടെ കാണിക്കാം ഏതാണെന്നുള്ളത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ ഈ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ റെസിപ്പിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുന്നത്. ഈ പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നേക്കാളും ടേസ്റ്റായി ഇങ്ങനെ നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 10-12 വറ്റൽമുളക് കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. വറ്റൽമുളകും മല്ലിയും, ഒരു പിടി മല്ലി മതി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഇത് വറ്റൽമുളകും ഒരു പിടി മല്ലിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ, ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. കാരണം നമ്മൾ മുളകല്ലെങ്കിൽ കരിഞ്ഞു പോകും, അപ്പം ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്ത് പിന്നെ ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി വേണം, പിന്നെ ചെറിയുള്ളി വേണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചോപ്പറിലിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളകും പിന്നെ കറിവേപ്പില, പിന്നെ ഞാൻ മിക്സിയിൽ അത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച വറ്റൽമുളകൊക്കെ ഇല്ലേ. പിന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സെയിം ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് 1 ടീസ്പൂൺ കടുക് ഇടുക, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളകും ചേർത്ത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി വീണിട്ടുണ്ട്, സാരമില്ല. കാരണം ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പം നമ്മൾ ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ചെറിയുള്ളി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒരു ബ്രൗൺ ആകുന്നവരെ, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നതിന് പകരം നമ്മൾ മിക്സിയുടെ അരച്ച അതില്ലേ അത് തന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി മിക്സിയിൽ നിന്നുള്ള. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ഇവിടെ കുറച്ച് ചേർത്താൽ മതി, പിന്നീട് നമുക്ക് കറിക്ക് ആവശ്യത്തിന് പിന്നെ ചേർക്കാം. പിന്നെ ഞാൻ ഒരു കുടംപുളിയാണ്, ഒരു വലിയ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ പുളി നല്ല പുളിയുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കുടംപുളി, കാരണം ഓൾറെഡി നമ്മൾ തക്കാളിയും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു കുടംപുളി ഇട്ടിരിക്കുന്നത്. പിന്നെ അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാനിത് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പുക കയറുന്നു, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ പിന്നീട് ഇട്ടത്. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ചട്ടി ചെയ്യണമെങ്കിൽ അത് തന്നെ ചെയ്തോ, ചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ, അത് ശ്രദ്ധിക്കണം. ചട്ടിയിൽ ഒരിക്കലും നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കരുത്. അത് ചൂടുവെള്ളം തന്നെ മീൻ കറിക്ക് വേണ്ടി ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചട്ടി ഭാവിയിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുക്കുക, പിന്നെ അതിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, അപ്പം നമുക്ക് മീനെല്ലാം തിളച്ച് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ഒന്ന് കുലുക്കി മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ നമുക്ക് സ്പൂണിട്ട് ഒന്നും ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. അത് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ, ഇളക്കരുത്. അത് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് ഒരു 5 മിനിറ്റിന് ശേഷം ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക, ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും പിന്നെ ഞാനിവിടെ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടച്ച് വെച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂറിന് ശേഷമേ നമ്മൾ ഈ മീൻകറി എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രുചിയുള്ള ഒരു മീൻകറി നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.